വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും വിദ്യാലയ തിരുമുറ്റത്ത് ഒത്തുകൂടി. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. സ്കൂളിലെ പൂർവ്വ അധ്യാപിക നാരായണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു 1942 മുതൽ കുറ്റാനശ്ശേരി AUP സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത്. മിണ്ടിയും പറഞ്ഞും പരിചയപ്പെട്ടും വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയതിന്റെ സന്തോഷവുമെല്ലാം നവ്യാനുഭവമായി. സ്കൂളിലെ പൂർവ്വ അധ്യാപിക നാരായണിക്കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. കുറെ പേരെങ്കിലും എൻ്റെ മുന്നിൽ കൂടി പല കുസൃതികളും കാണിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ കൂടി പോയത് എനിക്ക് വളരെയധികം ഓർമ്മയുണ്ട്. എല്ലാവരെയും ഇപ്പോൾ കണ്ട പേരെടുത്ത് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ കുറച്ച് മുമ്പേ ആ വിഷമം അനുഭവിച്ചതാണ്. ഇങ്ങോട്ട് പേര് പറഞ്ഞാലോ വീട്ടുപേര് പറഞ്ഞാലോ എനിക്ക് എല്ലാവരെയും വളരെ പരിചയം തോന്നുന്നതാണ്. അങ്ങനെ ഇപ്പോ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എന്റെ ഈ വർത്തമാനമൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പഴയകാല ചരിത്രങ്ങൾ അത്ര സുഖമുള്ളതൊന്നുമല്ല. അത് ഒരു 20 കൊല്ലം കാലം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വിദ്യാഭ്യാസം വളരെ വിലയുള്ള സംഭവമായി മാറി. അധ്യാപകർക്കും തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് പൂർവ്വ വിദ്യാർത്ഥി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ HM രാജലക്ഷ്മി അധ്യക്ഷയായി. മാനേജർ മുരളി വളാംകുളം സ്നേഹസന്ദേശം കൈമാറി. ചടങ്ങിൽ സ്കൂളിലെ നിർധന വിദ്യാർത്ഥികൾക്ക് വീട് വെച്ചു നൽകുന്നതിന്റെ പ്രഖ്യാപനവും നടന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് മെമ്പർ PD ഗിരീഷ് കുമാർ, മുൻ മാനേജർ പാറക്കോട്ടിൽ വിജയൻ, പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ റാമോഹൻ, PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ്, മുൻ PTA പ്രസിഡന്റ് ഷഹീർ അലി നറുക്കോട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് സ്കൂളിലെ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. കാലഘട്ടത്തിനനുസരിച്ച് സ്കൂളിൽ വന്ന മാറ്റം പ്രശംസനീയമാണെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. 63-ലൊക്കെ ആയിട്ട് സ്കൂൾ തുടങ്ങിയ കാലത്ത് എൻ്റെ അച്ഛൻ ഇവിടുത്തെ മാഷായിരുന്നു. അന്നൊക്കെ ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. അത് നല്ല നിലയ്ക്കുള്ള സാധനം. ഇന്ന് പല ആൾക്കാരെ കണ്ടും ഞാനൊക്കെ സന്തോഷം സ്വീകരിക്കാനും പറ്റി. പല ആൾക്കാർക്ക് നമുക്ക് കണ്ടാൽ അറിയില്ല, പക്ഷെ എങ്കിലും വല്ല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എല്ലാവർക്കും അറിയും. എല്ലാവരും ഫേസ് കട്ടൊക്കെ എല്ലാവരും ഒരുമാതിരി ആവില്ല, മാറ്റം ഉണ്ടാവില്ലേ. എങ്കിലും വല്ല വളരെയധികം ഹാപ്പിയിലാണ് ഞാൻ. എന്തായാലും മനസ്സിലായത് കാരണം ഈ സ്കൂൾ ഇങ്ങനെ ആവുന്നതിന് മുമ്പേ പഴയ ബിൽഡിങ്ങിലാണ് ഞാൻ പഠിച്ചത്. ഇതൊക്കെ പിന്നെ പുതിയ ബിൽഡിങ്ങായിട്ട് വന്നതാണ്. അന്ന് പഠിച്ച സമയത്തുള്ള സ്കൂളും കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും വല്ല ആ അറ്റ്മോസ്ഫിയർ, ആ സ്ഥലം നമ്മൾ വ്യത്യാസം വന്നില്ല. എന്തായാലും അത് ഞാൻ വളരെ ഹാപ്പിയാണ്. ചടങ്ങിന് സ്റ്റാഫ് പ്രതിനിധി K. ശോഭന നന്ദിയും പറഞ്ഞു. വീട്ടിൽ പോയിരുന്നു. ഇന്നലെയാണ് PTA പ്രസിഡന്റും ഇപ്പോഴത്തെ PTA പ്രസിഡന്റും രാത്രിയാണ് വിവരം എന്നെ അറിയിച്ചത്. രാത്രിയാണ് ഞാൻ നമ്മുടെ കുറ്റാനശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞോടുകൂടെ നമ്മളെല്ലാവരും വൈകിട്ട് ചെത്തല്ലൂര് പ്രദേശത്താണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആ വീട്ടിലെ അവസ്ഥ വളരെ മോശം. അതിൽ പരമാവധി സഹായ സഹകരണങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ ഇങ്ങനെ സഹായിക്കണമെങ്കിലും സഹായിച്ച് കുട്ടിക്ക് നല്ലൊരു ഭവനം എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആലോചന പെട്ടെന്നുണ്ടായാലും കാത്തിരിപ്പോടുണ്ടായിരുന്നു. അതൊന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ പുതിയ അറിയിക്കാം. അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആ ഒരു പരിപാടി നടത്തണമെന്ന് വലിയ മോഹം ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനോട് എല്ലാവരും സഹകരിച്ചു പോകണം മാത്രം അഭ്യർത്ഥിച്ചു. CCN പെരിന്തൽമണ്ണ.